ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ CSEBയുടെ എക്സാം ഇങ്ങ് വന്നെത്തി അല്ലേ. നമ്മളെ ഇത്തവണ CSEBയുടെ എക്സാം കുറച്ച് അധികം ദിവസങ്ങൾ, സാധാരണ ഒരു ദിവസം പോയി എക്സാം എഴുതി വരികയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ഒരു ദിവസം കൂടെ നമുക്ക് തീരില്ല. അല്ല, ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് അപ്ലൈ ചെയ്തവരാണെങ്കിൽ തീരും. അല്ലാതെ 3 എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ 3 ബാങ്കിലോട്ടും അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം കൊണ്ട് എന്ത് തീരുന്നില്ല, നിങ്ങളുടെ CSEB എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തീരുന്നില്ല. നിങ്ങൾക്ക് 3 എക്സാമുകൾ അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 3 എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആദ്യം നമുക്ക് നോക്കാം നമ്മുടെ എക്സാം ഡേറ്റിനെ പറ്റി. ആദ്യത്തെ എക്സാം വന്നിരിക്കുന്നത് ഒക്ടോബർ 12-ാം തീയതിയാണ്. രണ്ടാമത്തെ എക്സാം നവംബർ 2-ാം തീയതിയാണ്. അടുത്ത എക്സാം നവംബർ 23-ആണ് അല്ലേ. ഇങ്ങനെ 3 ദിവസമാണ് നമ്മൾ എക്സാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസം നമ്മൾ കലണ്ടറിൽ നോട്ട് ചെയ്ത് വെക്കുക. കൂടാതെ ഇതിലെ 3 ദിവസത്തിലേക്കുള്ള പ്രിപ്പറേഷൻ കൂടി നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നടത്തുക. അതിനെങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം? ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പം ഞാൻ ഒരാൾ 3 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ആദ്യത്തെ എക്സാം കഴിയും. ആദ്യത്തെ എക്സാം കഴിഞ്ഞ് ഏതാണ്ട് രണ്ടാമത്തെ എക്സാം നോക്കൂ, ഒക്ടോബർ 12-ാണ് ആദ്യത്തെ എക്സാം. പിന്നീട് നവംബർ 2-ലേക്കാണ്. ഏതാണ്ട് 20-ലധികം ദിവസം നമ്മളെ മുന്നിലുണ്ട് അല്ലേ. അപ്പോൾ ഈ ദിവസങ്ങൾ മുന്നിലുണ്ടാകുമ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചത് എങ്ങനെ റിവൈസ് ചെയ്യും? നമുക്കറിയാം, പഠിച്ച കാര്യങ്ങൾ കുറച്ചധികം ദിവസം നമ്മൾ റിവൈസ് ചെയ്യാതെ ഇരുന്നാൽ നമ്മൾ എന്താണ്, നമ്മളെ മനസ്സിൽ നിന്ന് ആ കാര്യങ്ങൾ പതിയെ പതിയെ മാഞ്ഞു പോകാൻ തുടങ്ങും. മനുഷ്യൻ്റെ ഒരു ഇതാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്രീ ഉള്ള ദിവസം അല്ലെ, ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമിലേക്കുള്ള ഫ്രീ ഉള്ള ദിവസം നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും? അത് കഴിഞ്ഞ് അടുത്ത എക്സാം നോക്കൂ, കറക്റ്റ് നവംബർ 2-ന് കഴിഞ്ഞ് നവംബർ 23-നാണ് എക്സാം. അവിടെ നമുക്ക് എന്താണ് 20ഓളം ദിവസങ്ങൾ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ എങ്ങനെ ഈ പഠനം കൊണ്ട് നമ്മൾ നികത്തും എന്നീ കാര്യങ്ങളൊക്കെ നമുക്കറിയണം. എന്നാൽ മാത്രമേ ഈ വരുന്ന 3 എക്സാമുകളും പ്രിപ്പയർ ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ ഒരു എക്സാം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പഠനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലേ. കാരണം എന്താ, നിങ്ങൾ ബേസ് ലെവൽ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടി വരും, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിക്കേണ്ടി വരും, കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. കൂടാതെ സ്ട്രാറ്റജിക് ആയിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യും, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കാം. നമ്മളെ CCയിൽ ഇത്തരത്തിൽ വരാനിരിക്കുന്ന CSEB എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളൊരു 3 മന്ത് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ 3 മന്ത് ബാച്ച്? എന്തൊക്കെയാണ് ഈ 3 മന്ത് ബാച്ചിലെ ഫീച്ചേഴ്സ്? സാധാരണ നമ്മൾ പറയും പോലെ തന്നെ എന്താണ്, നമ്മളെ ലൈവ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ്, PDF നോട്ടുകൾ, മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ, കൊറി ഹാൻഡ്ലിങ്, അതുപോലെ PDF നോട്ട്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ 3 മന്ത് ബാച്ചിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന എക്സാം എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നിൽ എന്താണ്, 1 അല്ല 2 അല്ല 3 എക്സാം നമ്മളെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ 3 എക്സാമിനും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചുകൊണ്ട് നല്ലൊരു ബാങ്കിൽ നല്ലൊരു ജോലി നമുക്ക് നേടിയെടുക്കാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്കെന്നറിയാം, ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത എക്സാം വരെ നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും, അടുത്ത എക്സാം വരെ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. അത് കൂടാതെ നിങ്ങളൊരു ബാങ്കിലേക്ക് ജോലിയിൽ പ്രവേശിക്കുന്നത് വരെയും നമ്മളെ സപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞാലും നമ്മളെ സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈഫ് ലോങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പർ കാണാം, 89 21 44 05 80 എന്നീ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതായത് താഴെയുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മളെ പുതിയ 3 മന്ത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഒട്ടും മടിക്കണ്ട, കാരണം എക്സാമിന് വേണ്ടി കറക്റ്റ് പ്രിപ്പയർ ചെയ്യാം. അത് കൂടാതെ കറക്റ്റ് സ്ട്രാറ്റജിക് ആയിട്ടൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ മെൻറ്റർഷിപ്പോടുകൂടി ലൈവ് ക്ലാസ്സുകളോടുകൂടി നല്ലൊരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു അക്കാദമിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന CSEB എക്സാമിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം, നമ്മളെ 3 മന്ത് ബാച്ചിൽ ജോയിൻ ചെയ്യാം. താഴെയുള്ള ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ നമ്മളെ ഈ നമ്പറിലോ ബോർഡ് നമ്പറിലോ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പം വരാനിരിക്കുന്ന എക്സാമിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നല്ലൊരു റാങ്കിൽ നമുക്ക് ഒരുമിച്ച് എത്താം. താങ്ക്